പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു. ലോകത്തിലൊരിടത്തും ഒരു ജനതകളുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. നാളിതുവരെയും ഈശോ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ തളർന്നു പോകാതെ അവയെല്ലാം തിരുക്കുമാരൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കാം. സങ്കടങ്ങൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയിൽ അഭയം പ്രാപിക്കാം. അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും. എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും നമ്മെ കരകയറ്റും. വിശ്വാസത്തോടുകൂടി നാം എന്തു പ്രാർത്ഥിച്ചാലും ദൈവം നമുക്ക് നൽകും. എന്തെന്നാൽ നാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണ്. അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തിയാകുവോളം ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അവിടെയാണ് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. എപ്പോഴും നാം ദൈവത്തോട് ഭക്തിയോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്നിൽ വെളിപ്പെടുത്തണമേ. ആ പദ്ധതി അനുസരിച്ച് ജീവിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഭയഭക്തിയോടെ പ്രാർത്ഥനയിലായിരിക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, നിന്റെ മക്കളിതാ വേദനകളും സങ്കടങ്ങളും നിറഞ്ഞ ജീവിതത്തിലേക്ക് നിന്നെ ക്ഷണിക്കുന്നു. അമ്മേ മാതാവേ, കണ്ണീരോടെയും വേദനയോടും കൂടി ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരയണമേ. അമ്മേ മാതാവേ, അമ്മ കൃപാസന ആൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിന് യോഗ്യരാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരയണമേ. അന്ധകാരം വ്യാപിച്ച ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. സങ്കടങ്ങളും വേദനകളും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങൾക്ക് വഴികാട്ടിയായി സംരക്ഷകയായി അമ്മ കാവലായി കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തിരുക്കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വേദനകളിൽ നിന്നും രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരായിരിക്കുന്ന മേഖലകളിൽ അമ്മ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തെ അമ്മ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞങ്ങളെ അമ്മ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെ അമ്മയുടെ നീളമേലങ്കിയാൽ പൊതിഞ്ഞു പിടിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജോലി മേഖലകളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ജോലിയിൽ ഉയർച്ച കൈവരിക്കുവാനും അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാനും ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കാർഷിക വിളകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ. ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ഓരോ മക്കളും അമ്മയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അമ്മയെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അമ്മയെ ഓരോ മക്കളെയും പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ
ഓരോരുത്തരും മുഖാമുഖം കാണുവോളം അമ്മയുടെ നീലമേലയ്ക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുകയാണ്. അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ. ദൈവവേല ചെയ്യുന്ന ഒരു മക്കൾ പോലും കണ്ണീരോടെ ആയിരിക്കാൻ അമ്മ അനുവദിക്കരുതേ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ ഭൂമിയിൽ അനേകം മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാൻ അമ്മ അവരെ സഹായിക്കണമേ. അമ്മേ മാതാവേ, രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ അമ്മ ഓരോ രാജ്യത്തെയും ഒരുക്കണമേ. അമ്മേ മാതാവേ, സ്വർഗത്തിൻ്റെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭൂമിയിലേക്ക് ഒഴുക്കണമേ. ഈശോനാഥ, ഞങ്ങളെ രക്ഷിപ്പാനായി അങ്ങ് സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നു. ഈശോയെ, അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങയെ പാപം ചെയ്തു വേദനിപ്പിച്ചു. ആ നിമിഷങ്ങളെയെല്ലാം ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്ന് വെളിപ്പെടുത്തി തരണമേ. അങ്ങയുടെ പദ്ധതിക്കനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ ഈ ഭൂമിയിലെ ലോകമോഹ സുഖങ്ങളിൽ വീണു പോകാതിരിപ്പാൻ അങ്ങ് ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ട് വഹിച്ചുകൊള്ളണമേ. ഈശോയെ, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. അനേകം മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാനും അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുമുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അമ്മയെ പിന്തുടർന്ന് സ്വർഗത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്യാൻ സാമ്പത്തികമില്ലാതെ കണ്ണീരോടെ ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓരോ മക്കളുടെയും വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്ക്, കണ്ണുനീർ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്ക്, ആരും സഹായമില്ലാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയെ, അമ്മ സ്വർഗം തുറന്ന് കടന്നു വരണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, നീ കടന്നു വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, അമ്മയല്ലാതെ മറ്റാരും ഞങ്ങളെ സഹായിപ്പാനില്ല. അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും ഇന്ന് വരെ നിരാശപ്പെട്ടു പോയിട്ടില്ല. അമ്മയെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോടമ്മ ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മ ഭാഗ്യവതിയാണ്. ദൈവത്തിൻ്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ്. അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥത ഞങ്ങൾക്ക് അഭയവും സംരക്ഷണവും നൽകട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ. അവരുടെ ആവശ്യ നേരത്ത്, അവരുടെ സങ്കടങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ, അവരുടെ വേദനകളിൽ, അവരുടെ കഷ്ടപ്പാടുകളിൽ, കടബാധ്യതകളിൽ, പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ അമ്മ പറന്നിറങ്ങണമേ. ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.